കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം എന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ബന്ധം പുതിയൊരു തലത്തിലേക്ക് വളരുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിജയവും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ചില അപ്രതീക്ഷിത മുന്നേറ്റങ്ങളും നൽകിയ ആത്മവിശ്വാസത്തിൽ ഇത്തവണ കൂടുതൽ ജനപ്രിയ താരങ്ങളെ അണിനിരത്തി വോട്ട് ബാങ്ക് വിപുലീകരിക്കാനാണ് പ്രധാന മുന്നണികളെല്ലാം ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ബി.ജെ.പിയും കോൺഗ്രസും താരസാന്നിധ്യത്തിലൂടെ അട്ടിമറി വിജയങ്ങൾ സ്വപ്നം കാണുന്നു. ദേശീയ തലത്തിൽ ബി.ജെ.പി പിന്തുടരുന്ന അതേ മാതൃക കേരളത്തിലും നടപ്പിലാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ജനപ്രിയ താരങ്ങളെ സ്ഥാനാർത്ഥികളാക്കുന്നതിലൂടെ നിഷ്പക്ഷ വോട്ടുകൾ സമാഹരിക്കാനും യുവാക്കളെ ആകർഷിക്കാമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. സുരേഷ് ഗോപി തൃശൂരിൽ നേടിയ വിജയം ഈ തന്ത്രത്തിന് വലിയൊരു ഉദാഹരണമായി ബി.ജെ.പി എടുത്തുകാട്ടുന്നു. ബി.ജെ.പി നേതൃത്വം നേരിട്ടും ദൂതന്മാർ മുഖേനയും പല പ്രമുഖ താരങ്ങളെയും സമീപിച്ചിട്ടുണ്ട്. നടൻ ജയസൂര്യ, ഗായകൻ മധു ബാലകൃഷ്ണൻ, നടി ശ്വേത മേനോൻ എന്നിവരുടെ പേരുകൾ ഇത്തരത്തിൽ ചർച്ചകളിൽ വന്നിരുന്നു. എന്നാൽ നിലവിൽ ഇവർ ആരും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല. ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിക്കാൻ വിമുഖതയുള്ളവർക്ക് എൻ.ഡി.എ സഖ്യകക്ഷികളുടെ സ്ഥാനാർത്ഥിയാകാമെന്ന വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. മുൻപ് തന്നെ ബി.ജെ.പി രാഷ്ട്രീയത്തിൽ സജീവമായ മേജർ രവി ഇത്തവണയും മത്സരരംഗത്തുണ്ടാകുമെന്നത് ഉറപ്പാണ്. എറണാകുളത്തേക്കാൾ ഒറ്റപ്പാലം മണ്ഡലത്തിനോടാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ബിഗ് ബോസ് വിജയ് അഖിൽ മാരാർ 2020 പാർട്ടിയിൽ ചേർന്നതോടെ രാഷ്ട്രീയ ചിത്രം മാറി. കൊട്ടാരക്കരയിലോ തൃക്കാക്കരയിലോ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി അദ്ദേഹം വരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ്. പരമ്പരാഗതമായി സാംസ്കാരിക നായകന്മാരെയും എഴുത്തുകാരെയും മത്സരരംഗത്ത് ഇറക്കാറുള്ള കോൺഗ്രസ് ഇത്തവണ യുവതലമുറയെ ലക്ഷ്യം വെച്ച് ജനപ്രിയ താരങ്ങളെ പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോൺഗ്രസ് വേദികളിൽ നിറസാന്നിധ്യമായ രമേശ് പിഷാരടി ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നതായാണ് പ്രധാന വാർത്ത. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിച്ചാൽ അത് വലിയ ഭാഗ്യമാണെന്ന് അദ്ദേഹത്തിന്റെ സമീപകാല പ്രതികരണം സ്ഥാനാർത്ഥിത്വം ഉറപ്പായതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നത്. പാലക്കാട് മണ്ഡലത്തിലേക്കാണ് പിഷാരടിയുടെ പേര് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. നേരത്തെ കോൺഗ്രസിനായി മത്സരിച്ച ജഗദീഷ് ഇത്തവണ മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. എങ്കിലും സാംസ്കാരിക രംഗത്തെ മറ്റു ചില പ്രമുഖരെ കൂടി അണിനിരത്തി പുതുമയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് KPCC ലക്ഷ്യമിടുന്നത്. സിനിമ, സീരിയൽ താരങ്ങളെ ജനപ്രതിനിധികളാക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന CPM ഇത്തവണ കൂടുതൽ പ്രായോഗികമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. നിലവിൽ കൊല്ലം MLA ആയ നടൻ മുകേഷിന് ഇത്തവണ സീറ്റ് ലഭിക്കാൻ ഇടയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പകരമായി പുതിയൊരു മുഖത്തെ കൊല്ലത്ത് പരീക്ഷിക്കാനാണ് പാർട്ടി നീക്കം. നിലവിൽ സിനിമാ മേഖലയിലുള്ള പലരും CPMുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരെ സ്ഥാനാർത്ഥികളാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. AC മൊയ്തീൻ, KT ജലീൽ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ വീണ്ടും മത്സരിപ്പിക്കാനാണ് CPM മുൻഗണന നൽകുന്നത്. BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി, 2020 നേതാവ് സാബു ജേക്കബ് എന്നിവർ മത്സരരംഗത്ത് സജീവമാകുന്നത് താരമൂല്യമുള്ള മറ്റൊരു ഘടകമാണ്. പ്രമുഖരെല്ലാം കളത്തിലിറക്കി ശക്തമായ ത്രികോണ മത്സരം ഉറപ്പാക്കാനാണ് NDA ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇവരുമായി നിരന്തര ചർച്ചകൾ നടത്തുന്നുമുണ്ട്. സിനിമയിലെ പ്രശസ്തി മാത്രം വെച്ച് തിരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് കാലം മാറിക്കഴിഞ്ഞു എന്ന രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയുന്നുമുണ്ട്. സുരേഷ് ഗോപിയെ പോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ളവരോ ആയ താരങ്ങളെ മാത്രമേ ജനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. താരങ്ങളുടെ ജനകീയതയും പാർട്ടിയുടെ അടിത്തറയും ഒത്തുചേരുമ്പോൾ മാത്രമേ വോട്ടായി മാറൂ എന്നതാണ് യാഥാർത്ഥ്യം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്റ്റാർ വാർ തന്നെയാകുമെന്നത് ഉറപ്പാണ്. വെള്ളിത്തിരയിലെ പ്രിയ താരങ്ങൾ തങ്ങളുടെ മേക്കപ്പും ക്യാമറകളും മാറ്റിവെച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഭരണ പ്രതിപക്ഷ മുന്നണികൾക്ക് ഒരുപോലെ വെല്ലുവിളിയാകും. താരങ്ങളുടെ ഗ്ലാമറിനേക്കാൾ ഉപരിയായി വികസനവും രാഷ്ട്രീയ നിലപാടുകളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് കേരളം കാത്തിരിക്കുന്നത്. എങ്കിലും പ്രിയ താരങ്ങളെ ബൂത്തിൽ കാണാൻ കഴിയുന്നത് വോട്ടർമാരിലും വലിയ ആവേശം സൃഷ്ടിക്കുന്നുണ്ട്.